നമസ്കാരം. ഞാൻ രാവിലെ ഓഫീസിലേക്കുള്ള യാത്രയാണ്. അപ്പം ഇന്ന് മെയിൻ ക്യാമ്പസിലല്ല, ഇന്ന് തക്കേഹര സ്റ്റേഷനിലാണ്, എൻ്റെ ഫീൽഡ് സ്റ്റേഷനിലാണ്, മറൈൻ സ്റ്റേഷനിൽ. അപ്പം അവിടെ ഇവിടുന്ന് ഏതാണ്ടൊരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ബാച്ചിലേഴ്സ് കുട്ടികൾ പല ബാച്ചായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു മഡ് ഫ്ലാപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള ഈ ഹോഷു ക്രാബിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കയറി നമ്മൾ കുട്ടികളെയും കൊണ്ട് മറ്റൊരു ദ്വീപിൻ്റെ കരയിലേക്ക്, അതായത് അവിടെ ഒരു സൈഡിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നുള്ള റോക്കി ഷോറിലുള്ള ബയോഡൈവേഴ്സിറ്റി, അതുപോലെയുള്ള കുട്ടികളെയും കൊണ്ട് ഫിഷിങ് എങ്ങനെ, അതായത് സാമ്പിൾ കളക്ഷൻ, നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക, അതുപോലെ സ്നോർക്കൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ഫീൽഡ് കോഴ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സീസണിൽ ഇത് കൃത്യമായിട്ട് നടത്തി വരാറുന്ന ഒരു കോഴ്സാണ്. അപ്പം നമ്മൾ ഓഫീസിലെത്തിയിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഓഫീസിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സൈഡ് മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയ വനങ്ങളൊക്കെയാണ്, കാടുകളൊക്കെയാണ്. അപ്പം ഇത് എൻ്റയർ ജപ്പാൻ ഏകദേശം ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ മുഴുവൻ കാടും, പിന്നെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റും അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കാട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ നല്ലൊരു ക്ലൈമറ്റായിട്ട് നിലനിർത്താനും കൂടെ ഇവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എൻ്റെ ഓഫീസിലെത്താനായിട്ടുണ്ട്. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിലാണ് ഇപ്പം ഏകദേശം എത്തി. ഇതാണ് നമ്മുടെ ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയാണ് ഒരു ചെറിയൊരു ബോർഡ്, ചെറിയൊരു കടലിൻ്റെ തീരത്ത് തന്നെ ഉള്ളൊരു ചെറിയൊരു സെൻറ്ററാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ചുറ്റിലും ഫ്രണ്ടിൽ മുഴുവൻ കടലും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി സൈഡിലൊക്കെ ഇതുപോലെ കാടും മലയൊക്കെയാണ്. അപ്പോൾ വളരെ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഓരോ സമയങ്ങളിലും ഓരോ രീതിയിലാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെ തക്കേകര ഫീൽഡ് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ എൻ്റെ പുറകിൽ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ബോട്ട് യാർഡാണ്. അപ്പോൾ ഈ ബോട്ട് ഏതാണ്ടൊരു 12 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ കാണുന്നത് കടലാണ്. അപ്പം കടലിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മെറൈനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ്. അപ്പം ഇവിടെ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൽ അതിൻ്റെ ടാക്സോണമി, പുതിയ പുതിയ സ്പീഷീസ് കണ്ടെത്തുക, അത്തരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ ചില ആളുകൾ ഇവിടെ സീവീഡ്സിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിഷിൻ്റെ പാരസൈറ്റ്സ്, അതുപോലെ മറൈൻ ആൽഗെ, അത്തരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. നമ്മുടെ ബോട്ട് കാണാം. ഇതാണ് നമ്മുടെ ബോട്ട്. ചെറിയ ബോട്ടാണ്. ഒരു 12 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന യമഹേൻ്റെ എഞ്ചിൻ വെച്ചിട്ടുള്ളൊരു ബോട്ടാണ്. ഇതാണ് നമ്മുടെ ബോട്ട്. ഇപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ടുള്ള എഞ്ചിനീയറൊക്കെ ഉണ്ട്. പുള്ളിയുടെ പേര് ഇവാസാക്കി എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ, അതായത് ഇവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന അദ്ദേഹമാണ്. കുട്ടികളൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പം ഏകദേശം നമ്മൾ ഇപ്പം ടൈഡ് കുറച്ച് കൂടുതലാണ്. അപ്പം ലോ ടൈഡിൻ്റെ ടൈമിലാണ് നമ്മൾ സാധാരണ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കുട്ടികളൊക്കെ എത്തി എല്ലാവരും നമ്മൾ പോകേണ്ട തയ്യാറെടുപ്പിലാണ്. അതായത് നമുക്ക് വേണ്ടുന്ന എക്യുപ്മെൻസും അതുപോലെ മറൈൻ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കുകയാണ്, ബോട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. സെൻറ്ററിൻ്റെ പേര് സീറ്റോ ഇൻലൻഡ് സീ കാർബൺ ന്യൂട്രൽ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയാണ് ഈ മറൈനുമായിട്ട് ബന്ധപ്പെട്ട വർക്കൊക്കെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു വെറ്റ് ലാബാണ്. അതായത് ഇങ്ങനെ നമ്മൾ കടലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ജീവികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് റെയർ ചെയ്യാൻ വെക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇത് നമുക്കിവിടെ സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുണ്ട്. അപ്പം ഈ ബോട്ട് ഒരു ബോട്ടും ബോട്ടിൻ്റെ ഒരു എഞ്ചിനീയറും ഉണ്ട്. അപ്പം ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഫീൽഡിൽ പോയി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഇതൊരു ബോട്ട് യാർഡാണ്. അപ്പോൾ ഈ ബോട്ട് യാർഡ് നമ്മൾ ഇതേപോലെ ബോട്ടിനെ നിങ്ങൾ കണ്ടു, ഇതിൻ്റെ ഫ്രണ്ടിലാണ് കടൽ. പക്ഷേ കടൽ ഡയറക്റ്റായിട്ട് ടച്ചിൽ, അതിൻ്റെ ഇടയിലൊരു മതിലുണ്ട്. അപ്പം ആ മതിൽ കടന്ന് ബോട്ടിനെ കടലിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണിത്. ഇപ്പോൾ ഒരു മോട്ടറൈസ്ഡാണ് ഈ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ഇതേപോലെയുള്ള 2 ടാഗ്, ഹെവി ആയിട്ടുള്ള ടാഗ് വെച്ച് ബോട്ടിനെ എങ്ങനെ ഉയർത്തി മൂവ് ചെയ്ത് കടലിലേക്ക് ഇറക്കുന്നൊരു രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ബോട്ടിൽ ഏതാണ്ട് 12 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ബോട്ടിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇവാസാക്കി സാൻ, നമ്മുടെ ഇവിടുത്തെ ഒരു ഓൾ ഇൻ ഓളാണ്.
അദ്ദേഹമാണ് ഈ ബാക്കി എല്ലാ കാര്യങ്ങളും, പുള്ളി ഒരു എഞ്ചിനീയറാണ്. പുള്ളി ബാക്കി എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന പുള്ളിയാണ്, വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഈ ബോട്ട് മെറൈൻ ആയതുകൊണ്ട് തന്നെ കടലിൽ വെച്ച് കഴിഞ്ഞാൽ പല തരത്തിൽ ബോട്ട് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിനെ കടലിലേക്ക് എത്തിക്കുന്നു, തിരിച്ചിതേപോലെ തന്നെ പൊക്കി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഇത് മോട്ടറൈസ്ഡാണ്. അപ്പം ബോട്ട് ഇങ്ങനെ താഴേക്ക് ഇറക്കി അതിനുശേഷം നമുക്ക് ആൾക്കാർക്ക് ഇതിലേക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു ഇതൊരു കാണിക്കാനുള്ള കാരണം, നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനെയും കൊണ്ട് നമ്മൾ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്കൊരു കോഴ്സ് തന്നെയുണ്ട്. ഫീൽഡ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പിൾ കളക്ഷൻ, അതുപോലെ ബയോഡൈവേഴ്സിറ്റി അസസ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം എന്ന് വെച്ചാൽ മെയിൻ ക്യാമ്പസിലാണ്, അവരുടെ റെഗുലർ ക്ലാസ്സസ് ഒക്കെ അവിടെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇതേപോലെയുള്ള ഫീൽഡ് വിസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കൊരു 40 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടിയുണ്ട്. അതിൽ ഓഫീസിൽ നമ്മളാകെ 4 സ്റ്റാഫാണുള്ളത്, ടീച്ചേഴ്സ്. അതായത് ഒരു പ്രൊഫസർ, ഒരു അസോസിയേറ്റ് പ്രൊഫസർ, 2 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്. അപ്പം അങ്ങനെ നമ്മൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഈ എഞ്ചിനീയർ ഇവാസാക്കി-സാൻ, പുള്ളിയാണ് എഞ്ചിനീയർ. പിന്നെ ബാക്കി ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ലബോറട്ടറി എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. മെയിൻ ക്യാമ്പസിലുള്ള അതേ ഫെസിലിറ്റി, നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു സെൻറ്ററിൽ നിന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളെല്ലാം പുറത്ത് ഫസ്റ്റ് ബാച്ച് എല്ലാം റെഡിയായി. അപ്പോൾ ഇതാണ് ഓഫീസ്, ഇങ്ങനെയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പം വേലി ഇറക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഫീൽഡ് ട്രിപ്പുകൾ കണ്ടക്ട് ചെയ്യുക. കാരണം വേലിയേറ്റ സമയത്ത് മതിലിൻ്റെ ടോപ്പ് വരെ വെള്ളം ഉണ്ടാവും. അപ്പം അത് കുറച്ചൊരു അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ മാത്രമല്ല നമ്മൾ പോകുന്ന ഏരിയയിലും നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേലിയിറക്കത്തിൻ്റെ സമയമൊക്കെ കറക്റ്റ് നോക്കി ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ഫീൽഡ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന കുട്ടികൾ ഇവർ നമ്മുടെ സെയിം സെൻറ്ററിൽ അവരിപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എത്തുമ്പം ബാച്ചിലേഴ്സിനും ഉണ്ടാവും. ലാസ്റ്റ് ഇയറിൽ അവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാബിലേക്ക് വന്ന കുട്ടികളാണ് ഈ കാണുന്ന കുട്ടികൾ. അപ്പോൾ അവർ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു PhD കഴിഞ്ഞ ഒരാളെ കാണും ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷർ ഇവർക്ക് കിട്ടുന്നുണ്ട്. എക്സ്പോഷർ ഇൻ ദ സെൻസ് റിസർച്ചിലുള്ള ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസർച്ച് തിങ്കിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ കൂടെയുള്ള മറ്റ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡോക്ടർ കോന്തോ. അപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് ബാച്ച് കുട്ടികൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ചിലുള്ളത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് ഫീൽഡിൽ വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ ഇതുപോലെ കൊണ്ടുപോകണം. അവിടെ നമ്മളൊരു ടെൻ്റൊക്കെ അത് കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കാം. അപ്പം അത് ഫസ്റ്റ് ബാച്ച് അവിടെ പോയി അതെല്ലാം റെഡിയാക്കും. അതിന് ശേഷമാണ് പോയിട്ട് ഈ ബോട്ട് അവിടെ ഇറക്കിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത ബാച്ച് പോകും. അപ്പം ഇവർ ഫസ്റ്റ് പോയി ഈ പറഞ്ഞ പോലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെക്കും, ഈ എക്യുപ്മെൻറ്റ്സും. അതായത് നമുക്ക് അവിടെ പോയിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ഈ സ്നോർക്കൽ വെച്ചിട്ട് ചെറിയ വെള്ളത്തിൽ കുട്ടികളെ ഇറക്കി അവിടുന്ന് വെള്ളത്തിനടിയിലുള്ള സാമ്പിൾ കളക്ഷൻ, അതേപോലെ പിന്നെ നെറ്റ് ഉപയോഗിച്ച് ഫിഷിംഗ് നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ സാമ്പിൾ ഫിഷും അങ്ങനെയുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ഒരു രീതി. പിന്നെ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ നമ്മുടെ ചൂണ്ട ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ എല്ലാവർക്കും അറിയാം. ജപ്പാനിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രായഭേദമന്യേ അല്ലെങ്കിൽ ജെൻഡർ ഭേദമന്യേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരതൊരു ഹോബി ആയിട്ട് എടുക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് അങ്ങനെ പോയി. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇവരവിടെ പോയി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബാച്ച് പോകും. അപ്പം അതിന് മുമ്പ് ഒരു 1-2 കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ഇപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഈ മെറൈനിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെറ്റ് ഡ്രസ്സൊക്കെ നമുക്കുണ്ട്. സ്യൂട്ട്സ്, അതായത് മെറൈൻ സ്യൂട്ട്സ്, അതുപോലെ മറൈൻ ബൂട്ട്സ്, പിന്നെ ഫ്ലിപ്പേഴ്സ്, എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മളവിടെ കടലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പം ഈ സംഭവങ്ങളെല്ലാം തിരിച്ചിവിടെ എത്തി നമ്മുടെ അടുത്ത ബാച്ച് പോകുന്നതിന് മുമ്പ് വൈകുന്നേരം കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതെല്ലാം വാഷ് ചെയ്ത് വൃത്തിയായിട്ട് ഉണക്കാൻ വെക്കും. എന്നിട്ട് വീണ്ടും അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അടുത്ത ബാച്ചിലെ ആൾക്കാരാണ്. അപ്പം നമുക്ക് ദൂരെ നമ്മുടെ സെൻറ്റർ കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു
ഒരു ഏരിയ ആണ് ഇവിടെ. കാരണം കടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പം കടലിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ വലുതായിട്ട് കുന്നുകളൊക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ ബാച്ചും ബോട്ടിൽ യാത്ര തിരിച്ച് അങ്ങോട്ട് സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പം ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ കുറേ കുന്നുകളൊക്കെ കാണാം. അപ്പോൾ ഈ കുന്നുകളൊക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് അവിടെ ചെറിയൊരു ടണലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ഇതായിട്ട് കാണാം ആ കുന്നിൻ്റെ സൈഡിൽ. അതായത് ആ കുന്ന് ഇടിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സേഫായിട്ട് അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് മാതിരി ഇതിൻ്റെ സൈഡിൽ വളരെ വളരെ സേഫ്റ്റി ഒരു മെഷേഴ്സ് പ്രയോഗിച്ചിട്ടാണ് അവിടെ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഇവിടെ എത്തി. നമ്മളിവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവരെ കുട്ടികളുടെ വർക്ക് ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ ഇത് മറ്റൊരു ഐലൻഡാണ്. അപ്പം ഇവിടെ ഇതേപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഐലൻഡ്സ് നിങ്ങൾക്ക് കാണാം. പലതിലും ആൾതാമസം ഇല്ലാത്തതാണ്. അപ്പം ഈ എല്ലാ ഐലൻഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജങ്കാർ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ ഇറക്കിയിട്ട് ബോട്ട് പുള്ളി ഇവാസാക്കി-സാൻ കുറച്ച് അങ്ങോട്ട് പോകും. പുള്ളിയെ ഇതിനിടയിൽ പുള്ളിയുടെ കയ്യിൽ ചൂണ്ടയുണ്ട്. അപ്പം ചൂണ്ട ഉപയോഗിച്ച് പുള്ളി മറ്റേ റെഡ് സീബ്രീയും ഒക്കെ പിടിക്കും. അപ്പം പുള്ളി അതിനുള്ളൊരു പോക്കാണ്. പുള്ളി കുറച്ചപ്പുറം മാറി നിന്ന് പുള്ളിക്ക് അതിൻ്റെ സ്പോട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തി നമ്മുടെ വർക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് എങ്ങനെയാണ് ഇത് ഡെമോ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു പന്തലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിലത്ത് ഇതുപോലെ ഷീറ്റ് വിരിച്ച് അതിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ക്യാമറ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ മെറൈനിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. വെറ്റ് സ്യൂട്ടും എല്ലാം ഉപയോഗിച്ച്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് ഈ ജങ്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ യാത്ര ഓരോ ഐലൻഡ് ആൾതാമസമുള്ള ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജങ്കാറുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിലേറ്റവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഇവിടുത്തെ ഒരു ക്ലോസപ്പാണ്. ഈ ഒരു തീരമാണ്, ഒരു കടലിൻ്റെ തീരമാണ്. അപ്പോൾ ഈ ഒരു തീരത്ത് നിങ്ങൾ എത്ര മഷി ഇട്ട് നോക്കിയാലും ഒരു തരി പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ സൂമായിട്ട് കാണിക്കുന്നത്. ഇത് വേറൊന്നിനുമല്ല, ഇത് ഇവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കടലിലെത്തി അത് നമുക്ക് തന്നെയാണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് ബോധമുള്ളതുകൊണ്ട് അവരിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ പറയാൻ കാരണം, നമ്മുടെ രാജ്യത്ത് ഞാൻ ഇതേപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഫീൽഡിലൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കടലിൽ പോകുമ്പോഴും ഈ മീൻപിടുത്ത ബോട്ടുകളൊക്കെ വല വിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മീനിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക്കുകളാണ്. അത് നമ്മുടെ കുന്നും പ്രദേശത്തും എല്ലാം ഉള്ള ആളുകൾ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന സാധനങ്ങൾ മഴക്കാലത്ത് ചെറിയ ഒഴുക്കിൽ അത് ചെറിയ തോടുകളിലെത്തി തോടുകളിൽ നിന്ന് കുറേ ഭാഗം സൈഡിൽ തങ്ങി നിൽക്കും, ബാക്കിയൊക്കെ കടലിലെത്തും. ആ രീതിയിലാണ്. അപ്പോൾ നമ്മളത് മാറ്റിയേ മതിയാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇതിപ്പം ജസ്റ്റ് കാണിച്ചത്. ഇത് നമ്മുടെ മാസ്റ്റേഴ്സ് ഇവിടെ നമ്മുടെ കൂടെ റിസർച്ച് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ ഇവർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകുന്ന കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം വലയിട്ട് കുട്ടികൾ തന്നെ വലയിട്ട്, ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വേറെ മടിയും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായി ചെളിയാണെങ്കിലും ഒന്നും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അതെല്ലാം അവർ അങ്ങനെ ആ രീതിയിലാണ് വെൽ ട്രെയിൻഡ് ആയിട്ടാണ് കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ വരുന്നത്. ഇപ്പം കുട്ടികൾ വല വലിച്ച് ഇപ്പം അതിനകത്തുള്ള മീനുകൾ പലതരത്തിലുള്ള മീനുകളെ കുറിച്ചിട്ടൊക്കെ നോക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് ജസ്റ്റ് അവർക്കൊരു ഡെമോ ആണ്. അപ്പോൾ ആ ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തിയറി പഠിപ്പിക്കുമ്പം വല വലിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ചിത്രം വരച്ച് അല്ലെങ്കിൽ അതിൻ്റെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളതിന് പകരം അവർക്കൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. അവർക്ക് അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ തിയറി വേണമെങ്കിൽ ആർക്കും എവിടുന്ന് നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് റിസോഴ്സസ് ഇന്നുണ്ട്. അപ്പോൾ തിയറി വേണം. തിയറീൻ്റെ കൂടെ തന്നെ നമ്മൾ അതൊരു പരമാവധി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതൊരു മീനിൻ്റെ വായ്ക്കകത്ത് ഒരാളിരിക്കുന്നുണ്ട്, ഒരു മത്സ്യപരാതമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം നമ്മളിനി മറ്റൊരു ബാച്ച് കുട്ടികൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അസസ്മെൻറ്റ് അവിടെ ഒരു റോക്കി ഷോർ ഉണ്ട്. അപ്പോൾ ഇതൊരു റോക്കി ഷോറിൽ എത്തി അവിടെയുള്ള ചില കാഴ്ചകളാണ്. അപ്പം വേലി ഇറക്ക സമയത്ത് ഇതേപോലെ കല്ലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. ആ വെള്ളക്കെട്ടുകൾ കാണുന്ന ചില ജീവജാലങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കടൽപ്പൂവ് എന്ന് പറയുന്ന സീ അനിമോണാണ്. സീ അനിമോൺ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ഈ ക്ലൗൺ ഫിഷ്, കോമാളി മത്സ്യവും സീ അനിമോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഇതിലെ കഥാപാത്രമാണിത്, സീ അനിമോൺ. അപ്പം സീ അനിമോൺ ഇതേപോലെ പല തരത്തിലുള്ള പല സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഇത്ര
എന്താണ് ഇത്ര മീറ്ററിൽ എത്ര അനിമൽസ് ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഇവർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പം ഈ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ റോക്കി ഏരിയയിൽ ഇത്രമാത്രം ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഇത് ഒരു തരം സീവീഡാണ്. ഇത് കണ്ട സീവീഡ് അല്ല എന്നാണ് തോന്നുന്നത്, പക്ഷേ സീവീഡാണിത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ കാൽസ്യം ഡെപ്പോസിഷനൊക്കെ ഉള്ള ഒരു സ്പീഷ്യസാണിത്, ഒരു സീവീഡിൻ്റെ ഒരു സ്പീഷ്യസാണിത്. സീവീഡിൽ നമ്മുടെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ കാറ്റോ എന്ന് പറയുന്ന സെൻസേ, അവർ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്, സീവീഡിൻ്റെ ടാക്സോണമിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ വിരകളാണെന്ന് തോന്നും, പക്ഷേ വിരകളല്ല. ഇത് നമ്മൾ മുമ്പ് ഫസ്റ്റ് കണ്ട അതേപോലത്തെ സിയനിമോളാണ്, മറ്റൊരു സ്പീഷ്യസാണ്. അതിൻ്റെ ടെൻഡക്കിളാണ്. ആ ടെൻഡക്കിൾ അത്രയും മോഡിഫൈ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ കാണാത്ത എത്രയോ ജീവജാലങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മനുഷ്യർ ഒരാൾക്കാരാണ് ഇതിനെല്ലാം നശിപ്പിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം നശിക്കുന്നത് എന്നുള്ളൊരു ഇത് കൈറ്റൻ എന്ന് പറയുന്നൊരു ഓർഗാനിസമാണത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അവർ കൃത്യമായി ബൂട്ടൊക്കെ ഇട്ട്, മെറൈൻ ബൂട്ടൊക്കെ ഇട്ട് അവർ വരികയാണ്. അപ്പം ഇവിടെയൊക്കെ ഫുള്ള് ചെളിയാണ്, അപ്പം ചെളിയും കാര്യം, അപ്പോൾ അവർക്കൊന്നും അതൊന്നൊരു മടിയില്ല. അപ്പോൾ ഇത് സ്പോഞ്ച് നമ്മൾ ഏറ്റവും ലോവറായിട്ടുള്ളൊരു അനിമൽ എന്ന് വേണം പറയാം, സ്പോഞ്ചാണ്. അപ്പോൾ അങ്ങനെ പല ഓർഗാൻസും നമുക്ക് ഇതിൽ കാണാം. അപ്പം കുട്ടികൾ ഈ റോക്കി ആയിട്ടുള്ള ഏരിയ, ഇത് വേലി ഏറ്റത്തിൻ്റെ സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം വേലി ഇറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇതൊരു കല്ലിൻ്റെ കെട്ടാണ്. അപ്പോൾ കല്ലിൻ്റെ കെട്ടിൽ ഈ റോക്കി സർഫേസിൽ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണാം. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ട് നമ്മൾ മുമ്പ് നമ്മുടെ ഹോഷു ക്രാബിൻ്റെ മോൾട്ടിങ്ങിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മോൾട്ടിങ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ജീവിൻ്റെ പേര് ഐസോപോഡ് എന്നാണ്. ഈ ഐസോപോഡ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐസോപോഡ് ഇപ്പോൾ 3 അനിമൽ അവിടെ കാണാം. അതിൻ്റെ കളറ്, അതിൻ്റെ ഒരു പാർട്ടിൽ നല്ല ഡാർക്കും ഒരു പാർട്ടിൽ വൈറ്റുമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് സംശയമല്ല, ഇത് ഈ ഐസോപോഡ് മോൾട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. അപ്പോൾ മോൾട്ടിങ് കഴിഞ്ഞ ഭാഗത്താണ് മോൾട്ട് ചെയ്യാനിരിക്കുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്കും, മോൾട്ട് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ലൈറ്റും, അങ്ങനെയാണ്. ഇതിൻ്റെ ആൻറ്റീരിയർ പാർട്ട് മോൾട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതതിൻ്റെ എക്സൂവി എന്ന് പറയും, അതായത് പഴയ ഷെല്ല് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണിത്. ലാസ്റ്റുള്ള അതിൻ്റെ ആൻറ്റിനെ കൊമ്പ് പുറത്തേക്ക് ഊരിയെടുക്കുന്നതാണ്. കണ്ടോ, വളരെ സ്മൂത്തായിട്ട്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഒരു 10-20 അനിമലിനെ നമ്മൾ കണ്ടു, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരേ ടൈമിലാണ് ഈ മോൾട്ടിങ് പ്രോസസ്സ് നടക്കുന്നത്. സാധാരണ ഈ ഞണ്ടൊക്കെ ഒറ്റ ഫേസ് ആയിട്ടാണ് മോൾട്ട് ചെയ്യാം, അതായത് മുഴുവൻ പുറം ചട്ടയും ഒറ്റ അടിക്ക് കളയും. പക്ഷേ അതിന് പകരം ഈ ഐസോപോഡ് എന്ന് പറയുന്ന വിഭാഗം ബൈഫേസിക്കലി ആണ് മോൾട്ട് ചെയ്യുന്നത്. അതായത് 2 പാർട്ടായിട്ടാണ് മോൾട്ട് ചെയ്യാം. അതായത് ആദ്യം അതിൻ്റെ പോസ്റ്റീരിയർ ഹാഫ് ബാക്ക് സൈഡ്, അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ആൻറ്റീരിയർ ഹാഫ്. അത് ഈ പാരസൈറ്റിക് ഫോം, അതായത് മത്സ്യങ്ങളുടെയൊക്കെ മേത്ത് കാണുന്ന, നമ്മുടെ അയലേൻ്റെയൊക്കെ മേത്ത് കാണുന്ന, അയലേൻ്റെ ചെകിളയിലൊക്കെ കാണുന്ന പാരസൈറ്റുകളുണ്ട്, അയലേൻ്റെ ചോര പിടിച്ച് ജീവിക്കുന്ന, അവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. കാരണം അതിന് ഒറ്റയടിക്ക് മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മത്സ്യത്തിൻ്റെ ശരീരത്തെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം മോൾട്ട് കഴിഞ്ഞ ഉടനെ വളരെ സ്മൂത്തായിരിക്കും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസം അവർ യൂസ് ചെയ്യും. ആദ്യം പോസ്റ്റീരിയർ ഹാഫ് മോൾട്ട് ചെയ്യും. ആ സമയത്ത് ആൻറ്റീരിയർ ഭാഗത്തുള്ള അപ്പൻഡേജ് നല്ല സ്ട്രോങ് ആയിരിക്കും, അത് വെച്ചിട്ട് മത്സ്യത്തിനെ പിടിച്ചിരിക്കും. രണ്ടാമത് പോസ്റ്റീരിയർ ഭാഗം ഒന്ന് സ്ട്രോങ് ആയി വരുമ്പോഴത്തേക്കും ആൻറ്റീരിയർ ഹാഫ് കളയും. ആ സമയത്ത് പോസ്റ്റീരിയർ ഹാഫ് ഉപയോഗിച്ചിട്ട്, നഖങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കാലുകൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പം ഈ കാണുന്നത് ബാർണക്കിൾസ് ആണ്. ഇപ്പോൾ ഈ ബാർണക്കിൾസ് നമ്മൾ പല സ്ഥലത്തും കാണാം. ഇത് പാരസൈറ്റിക് ഫോം ഉണ്ട്, ഇത് ഫ്രീ ലിവിങ് ആയിട്ടുള്ളൊരു ബാർണക്കിളാണ്. അപ്പോൾ അത് റോക്കി ഷോറിൽ കാണുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകേണ്ട പരിപാടിയാണ്. അപ്പം വർക്കുകളെല്ലാം കഴിഞ്ഞ് കുട്ടികൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇനി തിരിച്ച് ഓരോ ബാച്ചായിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ ഓരോരോ ആൾക്കാരും അവരവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ഓരോ ടീമായിട്ട് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മളിവിടെ എത്തി. ഇനിയിപ്പം ബോട്ട് തിരിച്ച് കയറ്റുന്ന ഒരു തിരക്കിലാണ് ഇവാസാക്കി സാനും അതുപോലെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും. അപ്പോൾ ഇവർ ബോട്ട് ഇതുപോലെ ഉയർത്തുന്നു. അതിന് ശേഷം നമ്മൾ ഈ കൊണ്ടുപോയ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ കൊണ്ടുവന്ന് പുറത്തിറങ്ങി കുട്ടികളും അധ്യാപകരും ചേർന്നിട്ടാണ്. അധ്യാപകർ പിന്നെ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് മാറിയിരിക്കുകയൊന്നുമില്ല. ഫീൽഡിൽ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് ഇതെല്ലാം ചെയ്യുക. കുട്ടികളെ കൊണ്ട് മാത്രം ചെയ്യിക്കില്ല. അപ്പം എല്ലാം ക്ലീൻ, അതായത് ഫ്രഷ് വാട്ടറിൽ എല്ലാം കഴുകും. കാരണം ഉപ്പ് രസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുരുമ്പിക്കും. ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ലാബിലെത്തി തിരിച്ച് എല്ലാം
കൊണ്ടുപോയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ലാബിൽ എടുത്ത് കൃത്യമായിട്ട് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസമുണ്ട്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പിന്നീട് അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവേത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു ചില ഇത്തരത്തിലുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.